നമസ്കാരം. തിരക്കഥാരചനയിൽ ടെക്നിക്കാലിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതുപോലെ സിനിമയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്: പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. കഥയും തിരക്കഥയും ബഡ്ജറ്റ് നിർമ്മാണവും പ്ലാനിങ്ങുമെല്ലാം ആദ്യഘട്ടമായ പ്രീ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നു. തിരക്കഥാരചന എന്ന നമ്മുടെ വിഷയം ആദ്യഘട്ടത്തിലാണ് വരുന്നതെങ്കിലും സിനിമയുടെ മറ്റ് മേഖലകളെക്കുറിച്ചുള്ള സാമാന്യമായ അറിവ് തീർച്ചയായും ഉണ്ടായിരിക്കണം. സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് രണ്ടാമത്തെ ഘട്ടമായ പ്രൊഡക്ഷനിലും തുടർന്ന് വരുന്ന എഡിറ്റിംഗ്, ഗ്രേഡിംഗ്, പശ്ചാത്തല സംഗീതം, മിക്സിംഗ്, അനിമേഷൻ, എഫക്ട്സ് തുടങ്ങി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മൂന്നാമത്തെ ഘട്ടമായ പോസ്റ്റ് പ്രൊഡക്ഷനിലുമാണ് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാം. തിരക്കഥാകൃത്തിന് ക്യാമറ ആംഗിളുകളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിൽ ഒരു സീൻ കൂടുതൽ ദൃശ്യമികവോടുകൂടി എഴുതുവാൻ സാധിക്കും. നായകനെ ചേസ് ചെയ്യുന്ന വില്ലൻ എന്നെഴുതുന്നതിനൊപ്പം ടോപ്പ് ആംഗിൾ എന്നുകൂടി ചേർക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ആംഗിളൊക്കെ വെച്ച് എഴുതുന്നത് ഡയറക്ടേഴ്സിന് അത്ര തൃപ്തിയുള്ള കാര്യമല്ല. അത് അവരുടെ പണിയാണല്ലോ. എന്നാൽ ഇന്നത്തെ സിനിമയിൽ പ്രത്യേകിച്ച് ദൃശ്യഭംഗിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തിരക്കഥാകൃത്തിന് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. സാധാരണയായി ഉപയോഗിക്കുന്ന ക്യാമറ ആംഗിളുകളെക്കുറിച്ചും ഷോട്ടുകളെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഹൈ ലെവൽ ആംഗിൾ. മനുഷ്യ നേത്രങ്ങളുടെ സാധാരണ കാഴ്ചയുടെ തലമാണ് ഇത്. മനുഷ്യൻ നിൽക്കുമ്പോൾ അയാളുടെ പൊക്കത്തിൽ ക്യാമറ വരുന്നു. കൊച്ചുകുട്ടികൾക്ക് ആ പൊക്കത്തിൽ, പട്ടിക്ക് ആ ലെവലിൽ, അങ്ങനെ. ലോ ആംഗിൾ. താഴ്ന്ന പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കാണുന്നതിൻ്റെ ആംഗിളാണിത്. അതീശത്വ ഭാവമായിരിക്കും ദൃശ്യത്തിൽ കാണുന്നയാൾക്ക്. ഹൈ ആംഗിൾ. ഉയർന്ന പ്രതലത്തിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയുടെ കോണാണിത്. പരാജയബോധവും വിധേയത്വവും കാണിക്കുന്നു. പ്രേക്ഷകൻ കഥാപാത്രങ്ങളെക്കാൾ ശക്തരാകുന്നു. ടോപ്പ് ആംഗിൾ. കുത്തനെ മുകളിൽ നിന്നുള്ള വീക്ഷണകോണാണ് ഇത്. ഹെലികോപ്റ്ററിൽ നിന്നും മറ്റും താഴേക്ക് നോക്കുന്ന വീക്ഷണകോൺ. ഗ്രൗണ്ട് ലെവൽ ആംഗിൾ. തറനിരപ്പിൽ നിന്നുള്ള വീക്ഷണകോണാണ് ഇത്. വീണ് കിടക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാട് ചിത്രീകരിക്കുന്നു. സാധാരണയായി ആക്ഷൻ രംഗങ്ങളിലും മറ്റുമാണ് കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത്. ക്ലോസപ്പ് ഷോട്ട്. മുഖവും കഴുത്തും കൂടി ഫ്രെയിമിൽ വരുന്നതാണ് ക്ലോസപ്പ് ഷോട്ട്. അടുത്തത് ബിഗ് ക്ലോസപ്പ് ഷോട്ട്. എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. മീഡിയം ക്ലോസപ്പ് ഷോട്ട്. മീഡിയം ഷോട്ട്. ലോങ് ഷോട്ട്. മീഡിയം ലോങ് ഷോട്ട്. എക്സ്ട്രീം ലോങ് ഷോട്ട്. തിരക്കഥയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിരന്തരം പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് 3 ആക്ട് പ്ലേ. അരിസ്റ്റോട്ടിൽ എന്ന തത്വചിന്തകനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. സാധാരണയായി ഒരു സിനിമയ്ക്ക് 2 മുതൽ 2.5 മണിക്കൂർ വരെ സമയദൈർഘ്യം ഉണ്ടായിരിക്കും. ഇതിനെ 3 ആക്റ്റുകളായി തിരിച്ചുകൊണ്ടാണ് 3 ആക്ട് പ്ലേ എന്ന തത്വം പറയുന്നത്. ആക്ട് 1 കഥയുടെ പശ്ചാത്തലവും പ്രധാന കഥാപാത്രങ്ങളും അവരുടെ അവസ്ഥകളും പ്രശ്നങ്ങളുമൊക്കെ വിവരിക്കുന്നു. കഥയുടെ കാൽഭാഗം ഈ പ്ലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആക്ട് 2 ഉപകഥാപാത്രങ്ങളും ഉപസംഭവങ്ങളുമാണ് വരുന്നത്. കഥയിലെ പ്രധാന പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം ഇവിടെ വിവരിക്കപ്പെടുന്നു. നാം കണ്ടെത്തിയ ആശയത്തെ വിവിധ സംഭവ പരമ്പരകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്ലേയിലാണ്. കഥയുടെ 3/4 ഭാഗത്തോളം നീണ്ടുകിടക്കുന്ന ഈ ഭാഗത്താണ് പ്രധാന പ്രതിസന്ധികളെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ കഥ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നു. അവസാനത്തെ 1/4 ഭാഗം കൊണ്ട് കഥ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ക്ലൈമാക്സ് എന്ന് പറയുന്ന ഈ എൻഡിന് മുമ്പ് ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണെങ്കിൽ അതും ക്ലൈമാക്സിലേക്കുള്ള ലീഡ്, ആ സംഭവം കൂടെ ചേർത്ത് 5 ആക്ട് പ്ലേ ആകുന്നു. ഇതൊക്കെ തിയററ്റിക്കലായി പറയാം എന്നേ ഉള്ളൂ. ഫോളോ ചെയ്ത് എഴുതാൻ പ്രയാസമായിരിക്കും. എന്നാൽ നല്ലൊരു തിരക്കഥയിൽ സ്വാഭാവികമായി ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഒരു ആക്റ്റിൽ നിന്നും അടുത്ത ആക്റ്റിലേക്ക് തിരക്കഥയെ വളർത്തിയെടുക്കുന്നതിന് നാടകീയമായ ഒരു സംഭവ വികാസം ആവശ്യമാണ്. ഇതിന് പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നു. ഒരു സംഭവം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു കഥയെ ആദ്യം മുതൽ അവസാനം വരെ ക്രമമായി പറഞ്ഞു പോകുന്ന ഘടനയാണ് ഇത്. കാലാനുക്രമമായി കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ ഫ്ലാഷ് ബാക്കുകളും മറ്റും അവതരിപ്പിക്കുന്നു. പ്രേമം, മഹേഷിൻ്റെ പ്രതികാരം, ദൃശ്യം, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ലീനിയറായി കഥ പറയുന്ന രീതിയിലുള്ളതാണ്. ഇൻ മീഡിയാസ് റെസ് ഇതൊരു ലാറ്റിൻ പദമാണ്. ഇൻ ടു ദി മിഡിൽ ഓഫ് തിങ്സ് എന്ന അർത്ഥമാണ്. സമയക്രമം തകർത്തുകൊണ്ട് കഥ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കഥയുടെ മധ്യഭാഗത്തു നിന്നും ഒരു സംഭവം അവതരിപ്പിക്കുകയും തുടർന്ന് കഥ പറയുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. കഥയുടെ മൂർധന്യം അല്ലെങ്കിൽ പരിസമാപ്തി ആദ്യം കാണിക്കുന്നു.
അല്ലെങ്കിൽ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കഥ തുടങ്ങുന്നു. ഭൂതവും വർത്തമാനവും ഇടകലർത്തി പറയുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ സിനിമയ്ക്ക് പുതുമ നൽകാൻ ശ്രമിക്കാറുണ്ട്. ട്രാഫിക്, ഉറുമി, മുംബൈ പോലീസ്, ട്രാൻസ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.